ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷത്തോടെ ഇരിക്കുക. എൻ്റെ ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇന്നലെ നമ്മുടെ പെരുന്നാൾ തിരക്കുകളൊക്കെ കഴിഞ്ഞത് 2 ദിവസത്തിലെ വിശേഷങ്ങളിലേക്കാണ് എൻ്റെ കൂട്ടുകാരെ ഞാൻ കൊണ്ടുപോകുന്നത്. വലിയ ആഘോഷങ്ങൾ കഴിഞ്ഞാലും പെരുന്നാളിൻ്റെ ഒരു മൂഡ് മനസ്സിൽ നിന്ന് ഒട്ടും പോയിട്ടില്ല അല്ലേ? ഇന്നലെ നമ്മൾ അടിച്ചു പൊളിച്ചോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളും കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങളുമായിട്ടാണ് ഇന്നത്തെ വ്ളോഗിലേക്ക് ഞാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പരമാവധി എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏവർക്കും എൻ്റെ കുഞ്ഞു വ്ളോഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നല്ലേ, ഇന്നലെ രാത്രി കടലയൊക്കെ നല്ലതുപോലെ കുതിർക്കാനായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കടലക്കറിയും കൂടാതെ ആവിയിൽ പറക്കുന്ന നല്ല സോഫ്റ്റായി പുട്ടുമാണ്ട. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ഇങ്ങനെയൊരു കോംബോ കിട്ടിയാൽ ഉഷാറല്ലേ കൂട്ടുകാരെ. കുക്കറിലേക്ക് വെള്ളക്കടല കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പാകത്തിന് വേണം കേട്ടോ ചേർക്കാനായിട്ട്. പാകത്തിന് വെള്ളം ചേർത്തു, പാകത്തിന് ഉപ്പിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കേണ്ടേ, പുട്ടിനുള്ള വെള്ളം വയ്ക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് വെട്ടി തിളക്കട്ടെ. നമ്മുടെ ഈ കുക്കർ വിസിൽ വിളിക്കുന്നത് തിളയ്ക്കുന്ന വെള്ളം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചിങ്ങായിട്ട് പൊടിയിലേക്ക് കുറച്ചേശ്ശെ ഒഴിച്ച് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോസ് ഏറ്റെടുത്തില്ല, നിങ്ങൾക്കൊരു ബോറടി ആവില്ല. ചീഞ്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇങ്ങോട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു പകുതി സവോള എടുത്ത് നല്ല രീതിയിലൊന്ന് കനം കുറച്ച് അരിഞ്ഞോളൂ കേട്ടോ. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്നത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്കതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കിയെടുത്തോളേ. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ടുകൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തക്കാളി ഉടഞ്ഞു ചേരുന്നവരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പുറത്ത് കുട്ടികളൊക്കെ കളിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം, ഒന്ന് ക്ഷമിക്കണം കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വോയിസ് എടുക്കുമ്പോൾ ഇപ്പോഴും പിള്ളേഴ്സിൻ്റെ ശബ്ദങ്ങളാണ്. ഇപ്പം ഞാൻ സ്കൂൾ തുറക്കുമ്പോൾ ആ വോയിസിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പുറത്തത്തെ ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മുടെ ഈ കറിമസാലപ്പൊടിയും പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ കറിമസാലപ്പൊടിയാണ് ചേർത്തത്. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി, നിങ്ങൾക്ക് എരിവിന് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാട്ടോ. നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല നമ്മുടെ കടലിൽ പിടിക്കുന്നവരെ എണ്ണ ഇളക്കി അങ്ങോട്ട് മറിക്കാം. എന്നിട്ട് നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നല്ല ചൂടുള്ള വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒന്ന് പാകത്തിനൊന്ന് ചാറക്ക് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കിയത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ നമ്മുടെ ഈ കടലക്കറിക്ക്, വെള്ളക്കടലക്കറിക്ക് ഒരു ലൈക്ക് തരണേ കൂട്ടുകാരെ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടുണ്ട്. പുട്ട് ഞാൻ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോസ് എടുത്ത് നിങ്ങൾക്കൊരു ബോറടി ആവില്ലേ. ഇപ്പോൾ നിങ്ങൾ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ബോറടി തന്നെ തോന്നും അല്ലേ. പുട്ട് നല്ല ആവിയിൽ പറക്കുന്ന പുട്ട്, വെള്ളക്കടല, അടിപൊളി കോമ്പിനേഷൻ അല്ലേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാം. എല്ലാവരും ഫുഡ് കഴിച്ചാൽ അല്ലെങ്കിൽ വായോ തരാട്ട. നല്ല ടേസ്റ്റിയായ കടലക്കറിയും ആവിയിൽ പറക്കുന്ന പുട്ട്, എന്ത് ടേസ്റ്റല്ലേ. ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാമല്ലേ. രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉച്ചക്കത്തെ ഒരുക്കത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മെയിൻ താരം ആരാണെന്നറിയോ? നല്ല നാടൻ മട്ടൻ കറിയാട്ടാ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ചെറുനാരങ്ങ നീര്, ഞാൻ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, അതേപോലെ തന്നെ നമ്മുടെ കുരുമുളക് പൊടി 2 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാട്ട. ആദ്യം തന്നെ കുറച്ച് വെള്ളം മാത്രം വേടിയതിനായിട്ട് നല്ല രീതിയിൽ കൈ വെച്ച് അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കിക്കോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്താ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്താ പാകത്തിനുള്ള മട്ടൻ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നേരെ നമുക്ക് അടുപ്പത്തേക്ക് കുക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. അതാ നമ്മുടെ കുക്കർ കുക്കു 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 എന്ന് വിളിച്ചതാ വിസിലടിച്ച് നമ്മുടെ മട്ടൻ പാകത്തിന് ഇതാ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി രുചി കൂട്ടാലേ. അങ്ങനെ അടുപ്പത്തേക്കൊരു ചീഞ്ചട്ടി വെച്ചെടുക്കാൻ കേട്ടോ പോകുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചീഞ്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 10-20 ചെറുള്ളി തൊലി കളഞ്ഞ് പൊടിയായി തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് ചേർത്തുങ്ങായിട്ട് നല്ല രീതിയിൽ ഉള്ളി വേവുന്നത് വരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നാടൻ തക്കാളിയോ അല്ലെങ്കിൽ സാധാ തക്കാളിയോ അല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, നല്ല പഴുത്ത തക്കാളി നോക്കി കഴിഞ്ഞായിട്ട് 3 എടുക്കുക. നല്ല പോലെ പൊടിയായി തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്കിട്ട് തക്കാളി വേവുന്നവരെ തക്കാളി ഒട്ടഞ്ഞ് അങ്ങോട്ട് ചേരണം. അതുവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എൻ്റെ വോയിസ് ശബ്ദവും ഇഷ്ടപ്പെടുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ പാകത്തിന് ചേർക്കാട്ട. നിങ്ങൾ എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാട്ട എടുക്കേണ്ടത്. എന്നിട്ടൊരു പച്ചക്കൊത്ത് മാറുന്നവരെ നല്ല രീതിയിൽ അങ്ങോട്ട് വഴറ്റിയെടുത്ത് സെറ്റാക്കിയെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ, സബിക്കട്ട. നമുക്കിതാ ഇതിലേക്ക് കുരുമുളക് പൊടിയും സാദാ മുളക് പൊടിയും ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചക്കൊത്ത് മാറുന്നവരെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് തട്ടി കൊടുത്ത് മസാല നമ്മുടെ മട്ടനിൽ പിടിക്കുന്നവരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം നല്ല അത്യാവശ്യം ചൂടുള്ള വെള്ളം, എത്രയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പില ഇതാ ചേർത്ത് കൊടുത്തിട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള മല്ലിച്ചപ്പോ അല്ലെങ്കിൽ പുതിനയിലയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ എൻ്റെ കയ്യിൽ പുതിനയില ഉണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ പൊടിയായി എരിഞ്ഞത് അതിലേക്ക് ഞാൻ ചേർത്തെടുത്തു. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് തിളച്ചങ്ങോട്ട് മറിയുന്നുണ്ട്. നമ്മുടെ മട്ടൻ കറി സെറ്റായിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. മട്ടൻ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഓരോരുത്തരുടെ വ്യത്യസ്തമായ അഭിരുചികളല്ലേ, ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞങ്ങളുടെ പെരുന്നാളിൻ്റെ മട്ടൻ കറി ഇതാ സെറ്റായിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഊണ് കഴിക്കാനാണ് പോകുന്നത്. ഊണ് കഴിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയോ, ഞാൻ തരാട്ട. അവിടെ നെയ്ച്ചോറ് നമ്മുടെ 1-ാം പെരുന്നാളുണ്ടായിരുന്നില്ലേ, അതങ്ങോട്ട് ഹാവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടാ, പ്രത്യേകിച്ച് വേറെ ഫുഡൊന്നും തയ്യാറാക്കിയില്ല. അപ്പോൾ നെയ്ച്ചോറും നല്ല ടേസ്റ്റേറിയ നാടൻ മട്ടൻ കറിയും ഇഷ്ടപ്പെട്ടോ? ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.